ഹരി ഓം. ഇന്ന് കർക്കിടകം 24. എല്ലാവർക്കും രാമായണ പാരായണത്തിലേക്ക് സ്വാഗതം. എല്ലാവരെയും ജഗദീശ്വരൻ ഒരു നല്ല ദിവസം അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാരക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദേവം മനസാ സ്മരാമി. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി സദാശിവം. ആറും ഭാലവിലോചനത്തിൽ അനിശം നീറുന്ന ദീപ്തിങ്കളിൽ കീറും ഭക്തജനേ കൃപാരസമലിഞ്ഞൂറുന്ന നേത്രങ്ങളും ചീറും പാമ്പിനോടസ്ഥിമാല വിലസും മാറും ജടാഭാരവും പൂണ്ടുമയാ സമേതമരുതിൽ കീറുന്ന ദൈവം ഭജി. വന്ദേം ശംഭുമാപതിം സുരഗുരും വന്ദേ കാരണം വന്ദേ സൂര്യ ശശാങ്കി വഹനിനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ലോകവീര്യം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണുശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം. മതമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഘ്നഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. അസ്മത്കുലേശ്വരം ദേവം അസ്മത്ശത്രുവിനാശനം അസ്മദ്ദിഷ്ടപ്രദാതാരം ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവംശതിലകം കേരളേ കേളി വിഗ്രഹം ആർദ്രത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ഹരിഹരസുതനേ ശരണമയ്യപ്പ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരി ഹരി. തൽക്കാലമർക്ക് അർക്കകുലോത്ഭവൻ രാഘവനർക്കാത്മജാതിക വിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്ന് ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തു കേട്ടവരെ വരുമൊന്നിച്ചു കൂടി നിരൂപിച്ചു ചൊല്ലിനാൻ. ദേവപ്രവരനായോരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ നന്ദിത് തോന്നിയതങ്ങനെ തന്നെ എന്നർണവതീരെ കിഴക്കു നോക്കി തൊഴുതർന്നോ ജലോചനാകിയ രാഘവൻ. ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയും. മുന്നഹോരാദ്രമുപാസിച്ചിതിങ്ങനെ മൂന്ന് ലോകത്തിലും നാഥനാമീശ്വരൻ. ഏതുമിളകീല വാരിധിയുമതി ക്രോധേന രക്താന്ത നേത്രനാം നാഥനും. കൊണ്ടുവാചമപാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം. ഇന്നു പെരുവഴി വീഴുന്നത് അല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചീടുവൻ. മുന്നം മതീയ പൂർവന്മാർ വളർത്തതും ഇന്ന് ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നീ വാഴുകയിലിന്നുമേ. നഷ്ടമാക്കിയിടുവാൻ വെള്ളം കവികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖവിക്രമം. ഭസ്മമാക്കിയിടുവൻ വരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കേണം. ഇതാ രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ച് ചമഞ്ഞിതോ മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും. അബ്ധിയും ശോഭിച്ച മട്ടിൽ കവിഞ്ഞു വന്നു തങ്കമായ തരംഗാവലിയോടും തസ്ത്രങ്ങളായി പരിതപ്തങ്ങളായി വന്നിതഗ്രഹദ്വിഗ്രഹദ്രവിൽശ്രാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കും നിറഞ്ഞോരു കാന്ത്യാ നിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യ രത്നങ്ങളും വസ്തുതനായ രാമപാദാന്തികെ വെച്ചു സത്രവും ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലഃ ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗൽപദേ. ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം ത്രാഹിമാം രാമാ രമാപതി. ആദികാലീതവമായ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചതേറ്റം ജഡസ്വഭാവങ്ങളാൽ കഷ്ടമിതാർക്കു നീക്കാവൂതവമതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ ഇന്നന്യതാ
കർത്തുമാരുള്ളത് ശക്തരായി. താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരും വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായി നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമനായി ചമഞ്ഞു ഭവാൻ. കാരണപുരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൽ നിന്ന് ഗുണങ്ങളാൽ ഉൽപ്പന്നരായിതു ദേവാദികൾ. തത്ര സത്യത്തിങ്കൽ നിന്നല്ലോ ദേവകൾ. തദ്രജോ ഭൂതങ്ങളായി പ്രജേശാദികൾ. തത്തമോദ്ഭൂതനായി ഭൂപതിദാനമുത്തമ പുരുഷ രാമാദയാനിധേയമായ ജനനായി ലീലാമനുഷ്യനായി മായാ ഗുണങ്ങളെ കൈക്കൊണ്ടനാരദം. നിർഗുണനായി സദാചിത്തനായി ഒരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷധനം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്ക് സന്മാർഗ പ്രാപകമോർഹിൽ പ്രഗുണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശുനാം യഥാലകുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവദൃശ്യാം. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപുരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമ ലങ്കാമാർഗമാശുതാ ദദാമി തേ. യുദ്ധം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു. ബാണം മതീയമോഘമതിന്നിഹ വേണമൊരു ലക്ഷ്യമെന്തതിനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന് നീ കാട്ടിത്തരേണം എനിക്ക് വാരാനിധേ. അർണവനാഥനും ചൊല്ലിനാനീരമന്യൂന്യകാരുണ്യ സിന്ധു ജഗൽപദേ. ഉദ്ധരസ്യാം ദിശി മതീരഭൂതലെ ചിത്രദ്രൂമകുല്യദേശം സുവിക്ഷതം. തത്ര പാപാത്മാക്കളുണ്ട് നിശാചര്യത്രയും പാരമുദ്രവിച്ചീടൂർവേകാലവിടെ കൈക്കവാണം തവ ലോകോപകാരമാമത് നിർണയം. രാമനോ ബാണമയച്ചാനതു നീരം ആമയം തേടിയിടുമാഭീരമണ്ഡലം. എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നുമില്ലവേ തൂണീരവും ബുക്കിതാതരാൽ. ആ വീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്ന തൽപ്രദേശം തഥാ തൽകുലദേശവും വന്നു തൊട്ടത്രയും മുഖ്യ ജനപദമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരമന്നേരം ആകുലമെന്നേ മജ്ജലേ സത്വരം സേതു ബന്ധിക്ക നളനാം കവിവരൻ ഏതും അവനൊരു ദണ്ഡമുണ്ടായി വരാം. വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പ പ്രക്രിയാത്മതത്പരനെത്രയും വിശ്വദുരിതാപകാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടനബ്ധിയും മെല്ലെ മറഞ്ഞരുളീടിനാൻ. സന്തുഷ്ടനായ ഒരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു. സുഗ്രീവലക്ഷ്മണന്മാരോടും പ്രജ്ഞനായിടും നളനെ വിളിച്ചുടനാജ്ഞ ചെയ്തിതു.
സേതു സംബന്ധനേ തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം പർവ്വത തുല്യ ശരീരികളാകിയ ദുർവാര വീര്യമീ എന്ന കവികളും സർവദിക്കിങ്കലും നിന്ന് സർവയസം പർവ്വത പാഷാണ പാദജാലങ്ങളാ കൊണ്ടുവരുന്നവ വാങ്ങിത്തരുതരെ കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാൻ നേരെ ശതയോജനായതുമായുടെ നീരഞ്ജിയോജന വിസ്താരമാം വണ്ണം ഇതം പടുത്തു തുടങ്ങും വിധോ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന് നാം അരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനനേവമരുൾ ചെയ്തു. യാതൊരു മർത്യനിവിടെ വന്നാതൊരാൾ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാവചിക്കുന്നിതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദിപാപങ്ങളോട് വേർപെട്ട അതിശുദ്ധനായി വന്നു കോടും മമാനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലോരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകി രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ട് ശുദ്ധനായി കൊണ്ടത കൈവിട്ടു വാരണാസി ബുക്കും ഗംഗയിൽ സ്നാനവും ചെയ്ത് ചിതശ്രമം ഗംഗാസലീലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തത ശ്രീമൽ സമുദ്രേ കളഞ്ഞു തദ്ഭാരവും മജ്ജനം ചെയ്യുന്ന മർത്തിനോട് സായൂജ്യം വരുമതിനില്ലോരു സംശയം. എന്നരുൾ ചെയ്തിത് രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോട് പടത്തു തുടങ്ങിയാൻ വിദ്രുത മാ പ്രദീപാഷാണതരുക്കളാലതിനെ തീർന്നു 14 യോജന തീർന്നത് 20 യോജന പിറ്റേന്നാൾ 3-ാം ദിനം 21 യോജന 4-ാം ദിനം 22 ആയതുപോലെ 23 5-ാം ദിനം 5 നാൾ കൊണ്ട് ശതയോജനയായതും ചഞ്ചലമെന്നിയേ തീർന്നോരനന്തരം സേതുവിന്മേലേ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാൻ മാരുതി കണ്ഠേ നഗരീതികുത്തമൻ ദാരീയ കണ്ഠേ സുമിത്രാതനേനുമാരൂഹ്യ ചെന്നു സുബേലാചലമുകളേറിനാൻ വാനരസേനയോടും ദ്രുതം ലങ്കാപുരാലോകാശ്രയായ രാഘവൻ ശംഖാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്ത് കണ്ടിതോ ജംഭാരിതൻ പുരിക്കൊത്തലങ്കാപുരം സ്വർണമായ ധ്വജപ്രാകാരതോരണപൂർണം മനോഹരം പ്രാസാദസങ്കുലം കൈലാസശൈലേന്ദ്ര സന്നിഭവോ പുരജാലപരിക ശതഗ്നീസമന്വിതം പ്രാസാദമൂർത്തിനീ വിസ്തീർണദേശേ മുദാ വാസവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനേ മന്ത്രിവിസങ്കുലേ രത്നദണ്ഡാതവ ത്രൈരൂപശോഭിതയാലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലതരുണിമാരെ കൊണ്ടു വീച്ചു നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘൂത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ മുന്നേ നിബന്ധനായ ഒരു ശുകാസുരൻ തന്നെ
വിരവോടൈക്കുമടിയാതെ ചെന്ന് ദശഗ്രീവനോട് വൃത്താന്തങ്ങളൊന്നും ഒഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തു കേട്ടു തൊഴുതവൻ ചെന്ന് ദശാനനൻ തന്നെ വണങ്ങി പങ്ക്തിമുഖൻ അവനോട് ചോദിച്ചാൻ എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച വിമാന വിരോധം വരുത്തിയാരോധവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മനസ്സേ ഖേദം കളഞ്ഞു ചൊല്ലിയിടോ. രാത്രിയും ചരവന്ത്രോക്തികൾ കേട്ട് ശുകൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിയിടിനാൻ. രാക്ഷസരാജപ്രഭരാജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ. സിന്ധു തന്നുത്തര തീരോപരി ചെന്നൊരന്തവന്നീ ഞാൻ തവ വാക്യങ്ങൾ ചൊന്നതേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ. രാമ രാമ പ്രഭോ പാഹി പാഹി ഞാനാമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു ധനവധ്യനെ അയപ്പിനെ പിന്നെ എന്നാദരവോട് അരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരെയും അയച്ചാൽ അതുകൊണ്ട് ഞാനും ഭയം തീർന്നു നീളി നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടു പോന്നിതു. മാനവവീരനനിശ്ചയാസാദരം പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ ചെന്ന് നീ രാവണൻ തന്നോട് ചൊല്ലുക. സീതയെ നൽകിയിടുകെന്നെങ്കിലില്ലായെങ്കിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുഴരീ ചെയ്തു കൊള്ളണം. രണ്ടും കണക്ക് നിനക്കെന്ന് പറയണം. എന്തു ബലം കൊണ്ട് സീതയെ കട്ടുകൊണ്ടന്ധനായി പോന്നിരുന്നു കൊണ്ടു ഭവാൻ പോരുമതിന് ബലമെങ്കിൽ എന്നോട് പോരിനായി കൊണ്ട് പുറപ്പെടുക സുനി. ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം സ്വരങ്ങളെ കൊണ്ട് ഞാൻ ഒക്കെ പൊടിപെടുത്തുന്നുള്ളിൽ വന്നിങ്ങു പൊക്കോരു രോഷവും ആശു തീർത്തിയിടുവൻ. നക്തഞ്ചരകുലശേഷ്ടൻ ഭവാൻ ഒരു ശക്തനെന്നാകിൽ പുറപ്പെടുക സുനീ എന്നരുളി ചെയ്തിരുന്നരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോട് കൂടവേ. സുഗ്രീവ ലക്ഷ്മണന്മാരോട് ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠ പ്രഭോ കവിപുങ്കവപാലിതം പർവ്വത സന്നിഭന്മാരായ വാനരരുർവീ കുലുങ്ങവി ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നൽകി നിതു നിർഭയം. സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാംബരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവർ 100,000 പടയോടൊരു വിക്കളെ നീറാക്കുവാനൊരറ്റോടെ പാൽ പൊങ്ങിച്ചു കാലനും പേടിച്ച മണ്ടും അവനോടും നീലനാം സേനാപതി വഹ്നിനന്ദനൻ അങ്കദനാകുമളെ രാജാവതിരങ്ങേതു പത്മകിഞ്ചൽക്ക സമപ്രഭൻ വാൾ കൊണ്ട് ഭൂമിയിൽ തച്ചങ്ങനെ ബാലിതൻ നന്ദനൻ ദൃശ്യം ഗോപമൻ തൽപരാശിസിമനി നിൽക്കുന്നതു വാദജൻ തൊൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവനുഗ്രാം ശേതൻ രജത സമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വിൽപ്പന വൻപനായുള്ള ചരവൻ മഹാബലൻ മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരകവൈന്ദ്യനന്ദനന്മാരല്ലോ ചെയ്ത് കർത്താവാം നളനദിനങ്ങേത് ബോധമേറും വിശ്വകർമാവുതൻ മകൻ താരൻ പനസൻ കമുദൻ വിനീതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതി തൻ പിതാവാകിയ കേസരി ശൂരനായിടും
പ്രമാദീ സദബലി. സാരനാം ശംഭവാനും വേഗദർശിയും വീരൻ ഗജനും ഗവേൻ ഗവാക്ഷനും ശൂരൻ ദതിമുഖൻ ജ്യോതിർമുഖനതി ഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖനിത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനരനായകന്മാര് 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്ക 21 വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരേവരും ശ്രീരാമദേവനും മാനുഷനല്ലാതിനാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നത് യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായ ധനന്ദനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിയ വഴി പോലെ വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണം എന്തെന്നതോർക്ക് നീ മനസ്സേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്തമാശ ഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ട് സഞ്ചിതം പുണ്യഭാവങ്ങളാൽ ബദ്ധമായി ത്വങ്മാംസമേതാസ്തിമൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും. ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്ക് നീ ഹന്തജടാത്മകമായ കായത്തിങ്കലെന്തൂരാസ്താ ഭവിക്കുന്നിതോ ധീമതാം. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗഹങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ട് രോഗാദിമൂലമായി സമ്പദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നു കൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാൻ എന്ന് കൽപ്പിച്ച കർമ്മങ്ങൾ മോഹത്തിനാൽ അവശതേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമോഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകനീ. ആത്മാവു നിർമ്മലനവ്യേനദ്വൈനാത്മാനം ആത്മനാ കണ്ടു തളിക നീ. ആത്മാവിനെ സംസ്കരിച്ചീ സ്മരിച്ചിടുക. സന്തതമാത്മനീ തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാഗ്രഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സൂകരസ്വാദി ദേഹങ്ങളാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിതാസന്ത പിന്നെ ദ്വിജത്വവും വന്നിതു കർമ്മഭൂവാമത്ര. ഭാരതഖണ്ഡത്തിൽ നിർമ്മലം പ്രവിജ്ഞൻ ജന്മം ബ്രഹ്മജന്മം ഭവിച്ചീടിനാൽ പിന്നെ ഉണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം തന്നിനായുള്ളവനോർക്ക് മഹാമതി. പൗലസ്ത്യപുത്രനാം ബ്രഹ്മണാഢ്യൻ ഭവൻ ത്രൈലോക്യ സമ്മതൻ ഘോരതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ. ഇന്ന് തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക. മാനസേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാവരണത്തേൻ സീതയെ രാമന് കൊണ്ടു കൊടുത്തുതൽ പാദപത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്ന് മുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായിലോ കീഴ്പോട്ട് പോയി ചെല്ലും. നരകത്തിലല്ലോ ഒരു സംശയം നല്ലതത്രേ ഞാൻ നിനക്ക് പറഞ്ഞതോ.
നല്ല ജനത്തോട് ചോദിച്ചു കൊள்കടോ. രാമരാമേതി ജപിച്ചു കൊണ്ടാമയം വേറിട്ടു സാധിക്കമോക്ഷവും സത്സംഗമത്തോട് രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണതം ദേവം മരതകാന്തി കാന്തം രാമസേവിതം ചാപവാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിപുണം വിഭീഷണ സേവിതം ഭക്തിയാ നിരന്തരം ധ്യാനിച്ചു കൊള്ളിലോ മുക്തി വന്നീടുമതിനില്ല സംശയം. ഇത്തം സുഖഭാഗ്യവജ്ഞാനനാശനം ശ്രുത്വാദശാസ്യനും ക്രോധതാമ്രാക്ഷനായ ദഗ്ധനായി പോകും ശുഖനെന്ന് തോന്നുമാരദന്തരോഷേണ നോക്കിയുര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രപക്ഷം ശിക്ഷ ചൊൽവാൻ എന്തു കാരണം? പണ്ടു നീ ചെയ്തോരുപകാരം ഓർക്കയാലുണ്ട് കാരുണ്യം എനിക്കതുകൊണ്ട് ഞാൻ ഇന്ന് കൊല്ലുന്നതില്ലെന്ന് കൽപ്പിച്ചതൻ മുന്നിൽ നിന്നാശുമറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ട് പൊറുക്കാൻ ക്ഷമയും എനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കെന്നുമേ എന്നത് കേട്ട് പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പുക്കിരുന്നീടിനാൻ. ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യം പരിപാലിച്ചു സന്തതം കാനനജ്ഞങ്ങൾ വാനപ്രസ്ഥനായ മഹാജ്ഞാനികളിൽ പ്രധാനത്വവും കൈക്കൊണ്ട് ദേവകൾക്ക് അഭിയോദയാർത്ഥമായ നിത്യവും ദേവാരികൾക്ക് വിനാശത്തിനായിക്കൊണ്ട് യാഗാദി കർമ്മങ്ങൾ ചെയ്തു വീടിനാൻ. യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരെ നിജ്ജന വൈരികുലശ്രേഷ്ഠനാകിയ വജ്രദംഷ്ടൻ മഹാദുഷ്ടൻ നിശാചരനെന്തോന്നല്ലോ ശകാവകാരത്തിനന്തരവും പാർത്തിരിക്കും വിധോകുമ്പോൾ ഭവനാമഗസ്ത്യൻ ശോകാശ്രമി സംപ്രാപ്തനായോരു ദിനം വസംബലാൽ സംഭൂജിതനാമഗസ്ഥിതബോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ സ്ഥാനവും ഗതേമവും മുനവും കുംഭോത്ഭവേതായത് ദാനാധിപൻ വജ്രം ദ്രഷ്ടാസുരൻ ചെന്നാനഗസ്ത്യരൂപം ധരിച്ചന്ദ്രാചെന്നാൻ ശുകനോട് മന്ദാസന്നിധം ഒട്ടുനാളുണ്ട് മാംസം കൂട്ടിയുണ്ടിട്ടും ഇഷ്ടമായുണ്ണേണം ഇന്നു നമുക്കെടോ ചാകമാംസം വേണമല്ലോ കരിമമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്യമൻ എന്നളവേ ശുകൻ ഭക്തിയോടു തഥാ ചൊന്നാൻ അതങ്ങനെ എന്നവളും ചൊന്നാൾ. മധ്യേ സുഖഭക്തി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മയ്യ മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോൾ തത്രൈവ വജ്രദംഷ്ടൻ മറഞ്ഞിടിനാൻ. മർദ്യമാംസം കണ്ടു മൈത്രവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുകനെ ശപിച്ചതു. മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായി വൃദ്ധിയിൽ വാഴുക മത്തവോ വൈഭവാൽ യുദ്ധം ശപിച്ചത് കേട്ട് ശുകൻ താനും ഇത്രയും ചിത്രമിതെന്തോരു കാരണം മാംസോത്തരം ഭുജിക്കണമെന്നെനിക്കെന്ന് ശാസന ചെയ്തത് മറ്റാരുമല്ലോ. പിന്നെ അതിന് കോപിച്ച് ശപിച്ചതും എന്നോട് ദുഷ്കർമ്മമെന്നേ പറയാവൂ. ചൊല്ലെന്ന് പറഞ്ഞതു നീസകേ നല്ല വൃത്താന്തം ഇതെന്നോട് ചൊല്ലണം എന്നത് കേട്ട് ശുകനമഗസ്ത്യനോടന്നേരം ആശുസത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിന് എഴുന്നള്ളിയ ശേഷമേ ദിജ്ജനത്തോട് വീണ്ടും വന്നരുൾ ചെയ്തു വിജ്ഞനാമാംസമന്വിതം വേണമെന്നഞ്ചസ ഞാനത് കേട്ടിതു ചെയ്തിതും. യുദ്ധം ശുകോക്തികൾ കേട്ടൊരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തമുൾക്കാമ്പ് കൊണ്ട് കണ്ടോരുളവുൾ താപമോടരുൾ ചെയ്താനഗസ്ത്യനും വഞ്ചിതന്മാരായി വയമ്പത യാമിനി സഞ്ചാരികൾ ഇത് ചെയ്തത് നിർണയം ഞാനും അതിമൂഢനായി ചമഞ്ഞീൻ ബലാലൂനം വര
വിധി തന്മതമെന്നുമേ മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം. സത്യപ്രധാനനല്ലോ നീയുമാകിയാൽ നല്ലത് വന്നുകൂടും. മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവാൻ. ശ്രീരാമഭക്തിയെ രാവണൻ കൊണ്ടുപോയ രാമസീമനി വെച്ചുകൊള്ളും ദൃഢം. രാവണഭൃത്യനായി നീയും വരും ചിരം, കേവലം നീയമനിഷ്ഠനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്നോ രാഹുലമെന്നീ ലങ്കാപുരാന്തികെ. നാലുപുറവും വളഞ്ഞിരിക്കുന്നു ഒരു കാലം അവസ്ഥയെറിഞ്ഞു വന്നിടുവാൻ. നിന്നെ അയക്കും ദശാനനെന്ന് നീ ചെന്നു വണങ്ങുക രാമനേ സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്ന് ദശമുഖൻ തന്നോട് ചൊല്ലുക. രാവണാത്മതത്വോപദേശം ചെയ്തു. ദേവപ്രിയനായി വരും പുനരാശുനി രാക്ഷസഭാവമശേഷമുപേക്ഷിച്ചു. സാക്ഷാൽ നിജത്വം വന്നുകൂടും ദൃഢം. ഇതമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിയിൽ കരോമി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.